അപ്പോൾ താങ്കൾ പാലക്കാട് സ്വതന്ത്രനായി മത്സരിക്കുമെന്നൊരു വാർത്തകളൊക്കെ വരുന്നിരുന്നു. എന്താണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ? ആ വാർത്ത പരസ്യവരോട് ചോദിക്കുന്നതല്ലേ നല്ലത്. എനിക്കതുമായിട്ട് ബന്ധമില്ല. മത്സരരംഗത്തുണ്ടാവും. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അത് എന്നെ മത്സരിപ്പിച്ചത് പാർട്ടിയാണ്. മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കും, മത്സരിക്കണ്ടെന്ന് പറഞ്ഞാൽ മത്സരിക്കത്തില്ല. പാർട്ടിക്ക് പുറത്താണോ? ആയിക്കോട്ടെ, അപ്പോഴും പാർട്ടിന്ന് തീരുമാനിച്ചോട്ടെ. തെരഞ്ഞെടുപ്പിലൂടെ വന്നതാണ്, 1.5 വർഷം ആയിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ മത്സരത്തിൽ മാറി നിൽക്കേണ്ട ഒരു സാഹചര്യത്തെ വിഷമത്തോടെയാണ് കാണുന്നത്. അത് പിന്നെ ഞാനൊരു പൊതുപ്രവർത്തകനായിട്ട് ഒരു 10-18 വർഷത്തിലേറെയായി. ഈ 18 വർഷത്തിനിടയിൽ ജനപ്രതിനിധിയായത് 1.5 വർഷം മാത്രമാണ്. പൊതുപ്രവർത്തനത്തിന് ജനപ്രതിനിധിയാകണം എന്നുള്ള നിർബന്ധ ബുദ്ധിയുള്ള ആളൊന്നുമല്ല ഞാൻ. അപ്പം അതുകൊണ്ട് ജനപ്രതിനിധിയാവുക എന്ന് പറയുന്നതൊരു വലിയ അവസരമാണ്. ജനങ്ങൾ നമ്മൾ അംഗീകരിക്കുക. അതും പാലക്കാട് പോലൊരു പ്രദേശം. എൻ്റെ വീട് ഇവിടെ അല്ലാഞ്ഞിട്ട് കൂടി, എൻ്റെ നാട് ഇതായിരുന്നില്ലാഞ്ഞിട്ട് കൂടി എന്നെ 2 കൈ നീട്ടി ഈ നാട് സ്വീകരിച്ചു. അത് അതിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം തന്നതിനകത്തൊക്കെ വലിയ സന്തോഷമാണുള്ളത്. അതൊക്കെ തന്നെ വലിയ അഭിമാനമല്ലേ. അത് പാലക്കാട്ടെ ജനങ്ങൾക്ക് നല്ല കൺവിക്ഷൻസ് ഉണ്ട്. ഇത്തരം കാര്യങ്ങളിലൊക്കെ നല്ല കൺവിക്ഷൻസ് ഉണ്ട്. പാലക്കാടിൻ്റെ സെക്കുലർ പാരമ്പര്യം എല്ലാ കാലത്തും ഉയർത്തിപ്പിടിക്കുന്ന തീരുമാനം പാലക്കാട് എല്ലാ കാലത്തും എടുത്തിട്ടുണ്ടല്ലോ. പാലക്കാട് വലിയ ചലഞ്ചുകൾ ഉണ്ടാകുമ്പോഴും ഒക്കെ പാലക്കാട് ആ തീരുമാനം എടുത്തിട്ടുണ്ട്. ആണോ? ഏതാണ്? നിങ്ങൾക്കതറിയില്ലേ? നിങ്ങൾക്കറിയില്ലേ? അത് സെലക്റ്റീവ് ആകുന്നതുകൊണ്ടാണോ നിങ്ങൾക്കതറിയാത്തത്? എൻ്റെ ചോദ്യം, കൊട്ടാരക്കര മേഖലയിൽ നിന്ന് 112ലേക്ക് ഏതെങ്കിലും ഒരു സ്ത്രീ വിളിച്ച് പരാതി പറഞ്ഞിട്ടുണ്ടോ? ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആ സ്ഥലത്തേക്ക് പിങ്ക് പോലീസ് എത്തിയിട്ടുണ്ടോ? പിങ്ക് പോലീസ് എത്തിയിട്ടുണ്ട് എങ്കിൽ എന്ത് നടപടി സ്വീകരിച്ചു? SP ആ വിഷയത്തിനകത്ത് ഇടപെട്ടിട്ടുണ്ടോ? ഇത്ര ചില ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. നിങ്ങളിത് ചോദിക്കുന്നില്ല. എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങൾ ചോദിക്കാത്തതുകൊണ്ട് ഞാനും ചോദിക്കുന്നില്ല. ഇതൊക്കെ പക്ഷേ എല്ലാവർക്കും അറിയാവുന്ന ചോദ്യങ്ങളാണല്ലോ. അല്ലേ? അറിയാത്തതാണോ? ഇപ്പോൾ എന്നോട് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടാണോ നിങ്ങളിതൊക്കെ അറിയുന്നത്? അല്ലല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് വാർത്തകൾക്ക് നമുക്കൊരു സെലക്ടിവിറ്റി ഒക്കെ ഉണ്ട് അല്ലേ? ഏതൊക്കെ വാർത്തയാക്കണം, ഏതൊക്കെ വാർത്തയാക്കണ്ട എന്നൊക്കെ നിങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. നല്ല ധാരണയുണ്ടെന്ന് എനിക്കറിയാം വ്യക്തിപരമായിട്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കത് വാർത്തയാക്കാൻ താല്പര്യം, പിന്നെ ഞാനതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ല. അപ്പോൾ എന്നോട് നിങ്ങൾക്കറിയാത്ത എന്തോ ഒരു കാര്യം ചോദിക്കുന്നത് പോലെ ചോദിക്കേണ്ട. നിങ്ങൾക്കും അറിയുന്ന കാര്യം തന്നെയാണത്. ഇപ്പൊ PK ശശിയെ UDF-മായി സഹകരിക്കാൻ ഒരു സാധ്യതയും ഒറ്റപ്പാലത്ത് സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയെന്ന് പറയുന്നു. ഇപ്പോ ഈ നേരത്തെ ഈ സമാനമായ ഒരു ആരോപണത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ പാർട്ടി ഒന്നും എന്നോട് ചോദിച്ചിട്ടൊരു കാര്യമുള്ളതല്ലോ. ഞാൻ നിലവിൽ പാർട്ടിയിൽ അംഗത്വം ഇല്ലാത്ത ഒരാളാണ്. പാർട്ടി നടപടി നേരിടുന്ന ഒരാളാണ്. അപ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ കമന്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളല്ലല്ലോ ഞാൻ. അത് തീരുമാനിക്കുന്ന പാർട്ടിയല്ലേ. അത് പാർട്ടിയിൽ നടപടിയെടുത്ത ഒരാൾ എങ്ങനെയാണ് ആ വിഷയത്തിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രതികരണം നടത്തേണ്ടത് ഞാനല്ല. അത് പാർട്ടി സ്വാഭാവികമായിട്ട് ഒരു പാർട്ടി എന്ന നിലയിൽ നിരവധി നേതാക്കന്മാരുണ്ട്. ആ നേതാക്കന്മാരെല്ലാവരും കൂടെ കൂടിയാലോചിച്ചിട്ടാണല്ലോ എല്ലാ തീരുമാനങ്ങളും എടുക്കുക. അപ്പോൾ അതുപോലെ അവർ തീരുമാനം എടുക്കുക. അപ്പം ഇപ്പോൾ ഞാൻ പാർട്ടിയിൽ ഉണ്ടായിരുന്ന സമയത്തും അത്തരം കാര്യങ്ങൾ, നിങ്ങൾ നേരത്തെ സ്ഥാനാർത്ഥിത്വത്തെ പറ്റിയൊക്കെ ചോദിച്ചു, ഞാൻ പാർട്ടിയിൽ ഉണ്ടായിരുന്ന കാലത്തും അത്തരം കാര്യങ്ങളെപ്പറ്റി അഭിപ്രായം പറയാൻ പറ്റുന്ന പദവിയിലിരുന്ന ആളല്ല ഞാൻ. അപ്പോൾ പാർട്ടി ഒരു നടപടിയെടുത്ത് പുറത്തു നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്കിപ്പോൾ അത്തരത്തിലുള്ള അഭിപ്രായം പറയാൻ യാതൊരു വിധമായ സ്പേസുമില്ല, വോയിസുമില്ല. മുൻപും ഞാൻ ആ തീരുമാനങ്ങൾ എടുത്തിരുന്ന ഒരു ഫോറത്തിൻ്റെ ഭാഗമായിരുന്ന ആളല്ല. ഞാൻ തീരുമാനങ്ങൾ അനുസരിച്ചിരുന്ന ഫോറത്തിൻ്റെ ഭാഗമായിരുന്നു. ഇപ്പോൾ പാർട്ടിക്ക് പുറത്തു നിൽക്കുമ്പോഴും തീരുമാനങ്ങൾ അനുസരിക്കുന്ന ഒരു പാർട്ടി അനുഭാവിയാണ്. ഓക്കെ, താങ്ക് യു. അത് നിങ്ങളാ തീരുമാനിക്കേണ്ടത് അല്ലേ? നിങ്ങൾക്കറിയാത്ത കാര്യമൊന്നും അല്ലല്ലോ അത്. നിങ്ങൾക്കറിയാത്ത കാര്യമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ആ കാര്യത്തിനകത്ത് എങ്ങനെയായിരുന്നു നിങ്ങളുടെ സമീപനം നിങ്ങൾ ആലോചിക്കൂ. എന്നോട് ചോദിക്കുന്നത് ശരിയല്ലല്ലോ. നിങ്ങൾക്കറിയാത്ത എന്തെങ്കിലും, ഇപ്പം പ്രസാദിന് അറിയാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ? അല്ല, ഞാൻ ചോദിക്കുന്നത് പ്രസാദേട്ടൻ വളരെ, ഞാൻ പേര് പറയുന്നത് വിഷമമൊന്നുമില്ലല്ലേ? പ്രസാദേട്ടൻ വളരെ സീനിയർ ആയിട്ടുള്ളൊരു ജേർണലിസ്റ്റാണ് അല്ലേ? പ്രസാദേട്ടന് ഞാൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഡീറ്റെയിൽസ്, പ്രത്യേകിച്ച് പാലക്കാട് ദീർഘകാലം ഉണ്ടായിരുന്ന ഒരാളാണ്. പാലക്കാടിന്റെ പശ്ചാത്തലത്തിലുള്ള ഫോൺ കോളുകളെ പറ്റിയൊക്കെ നല്ല ധാരണയുള്ള ആളാണ്. അപ്പം താങ്കൾക്ക് എന്നേക്കാൾ ആധികാരികമായി ഈ വിഷയം അറിയുന്ന ആളാണ്. പിന്നെന്തിനാ വളരെ എളിയവനായി എന്നെ പ്രയാസപ്പെടുത്തുന്നതിനാ? ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് എനിക്ക് വേണമെങ്കിൽ ഡിപ്ലോമാറ്റിക് ആയിട്ട് പറയാമല്ലോ. അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തെന്ന് പറയാമല്ലോ. ഞാനായിട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെയാണ് ഞാൻ പോസ്റ്റ് ചെയ്തതെന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ നിങ്ങൾക്കറിയാത്തൊരു കാര്യമില്ല. അതിനകത്തൊരു സെലക്ടിവിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന്
നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. ഇന്നത് കൊടുക്കണം, ഇന്നത് കൊടുക്കണ്ട, ഇന്നത് കൂടുതൽ ഗ്രാവിറ്റിയിൽ കൊടുത്തേക്കാം, ഇന്നത് കൊടുക്കുകയേ വേണ്ട എന്നൊക്കെ തീരുമാനിക്കാനുള്ള പരിപൂർണമായ അതിനാണല്ലോ എഡിറ്റർമാരുള്ളത്, അല്ലേ? മാധ്യമ സ്ഥാപനങ്ങളിൽ എഡിറ്റർമാരുള്ളത് ആവശ്യമായ വാർത്തകൾ കൊടുക്കാനും അവർക്ക് അഹിതമായിട്ടുള്ള വാർത്തകൾ വെട്ടിക്കളയാനും വേണ്ടിയിട്ടാണ് എഡിറ്റർമാരുള്ളത്. ആ എഡിറ്റർമാരുടെ സ്വാതന്ത്ര്യത്തെ ഞാനെന്തിനാ കൈകടത്തുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഈ നാട്ടിൽ എല്ലാവരുടെയും പബ്ലിക് ഡൊമൈനിലുള്ള ഒരു വിഷയത്തിൽ ഞാനെന്തിനാ പറയുന്നത്? നിങ്ങൾക്കറിയാമല്ലോ. പ്രസാദിന് അറിയാവുന്നതിൽ കൂടുതൽ എനിക്കറിയില്ല. പ്രസാദിന് അറിയുന്നതിന്റെ അത്രയും പോലും ആ ചിരി കാണുമ്പോൾ അറിയാം. പ്രസാദിന്റെ ആ ചിരി കാണുമ്പോൾ അറിയാം. അല്ല, ഞാൻ പറഞ്ഞ പ്രസാദിന്റെ ആ ചിരി കാണുമ്പോൾ ഇപ്പൊ പുതിയ മാധ്യമ സ്ഥാപനത്തിലും കൂടെ അദ്ദേഹം, അപ്പൊ ഒരു വളരെ മുതിർന്ന മാധ്യമപ്രവർത്തക നിലയിൽ അങ്ങയുടെ ചിരി കാണുമ്പോൾ എനിക്കറിയാം അങ്ങേക്ക് ഈ വിഷയത്തെപ്പറ്റി ഈ വിഷയത്തെപ്പറ്റി മാത്രമല്ല അങ്ങേക്ക്, അതിനും അപ്പുറം അങ്ങേക്ക് അറിയാം. അതപ്പം നോക്കട്ടെ എന്താണ് വരുന്നത് നമുക്ക് നോക്കാം. സർക്കാരിന്റെ നിലപാടുകൾ ജനങ്ങൾ സംശയിക്കില്ലേ? സർക്കാർ ഈ വിഷയത്തിനകത്ത് ഇത്തരം വിഷയങ്ങൾക്കകത്ത് എടുക്കേണ്ടുന്ന സമീപനങ്ങളിൽ ഇരട്ടത്താപ്പുണ്ടോ, രാഷ്ട്രീയമുണ്ടോ എന്നൊക്കെ സർക്കാർ മറുപടി പറയേണ്ടി വരും. ഞാൻ അതിനകത്ത് കമന്റ് ചെയ്യുന്നില്ല. നിങ്ങൾ ചോദിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയെങ്കിലും പറഞ്ഞത്. നിങ്ങൾക്കറിയുന്നതിന്റെ അത്രയും പോലും എനിക്കറിയില്ല. നിങ്ങളിൽ പലരും പറഞ്ഞിട്ടുള്ള അറിവൊക്കെ എനിക്കുള്ളൂ. നിങ്ങൾക്കറിയുന്നതിന്റെ അത്രയും പോലും എനിക്കറിയില്ല. തീർച്ചയായിട്ടും പാലക്കാട് എം എൽ എ ആണല്ലോ, സ്വാഭാവികമായിട്ടും. ഇപ്പം ഞാൻ ഇവിടെ ഫിസിക്കലി പ്രസന്റ് ആണെങ്കിലും അല്ലെങ്കിലും പാലക്കാട് എം എൽ എ എന്ന നിലയിലുള്ള ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിൽ നിന്ന് ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനങ്ങൾ, ഒരു എം എൽ എ എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് ഒരു വീഴ്ചയും ഇന്നത്തെ ദിവസം വരെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടാവില്ല. അടുത്ത ദിവസങ്ങൾ അതിന്റെ 1.5 വർഷക്കാലത്തെ എം എൽ എ എന്ന നിലയിലുള്ള വികസന പ്രവർത്തനങ്ങൾ, ഈ നാട്ടിൽ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ നടത്തി എന്നതിനെ പറ്റി വളരെ വിശദമായിട്ട് തന്നെ സംസാരിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും ഒരു വിട്ടുവീഴ്ചയും ഉണ്ടായിട്ടില്ല. ഇപ്പം നമ്മുടെ വളരെ സന്തോഷകരമായി നിങ്ങളൊരു ചോദ്യമെങ്കിലും ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചോദിക്കുമെന്ന് വിചാരിച്ചു. കാരണം നിങ്ങൾ എന്നെ വിമർശിക്കാൻ വേണ്ടി വല്ലാതെ ഉപയോഗിച്ചൊരു പദ്ധതിയാണല്ലോ സ്മൈൽ പദ്ധതി. എന്നെ വിമർശിക്കാനും എന്നെ ആക്ഷേപിക്കാനും വേണ്ടി വല്ലാതെ ഉപയോഗിച്ചൊരു പദ്ധതിയുടെ ഉദ്ഘാടനത്തിന്റെ വേളയിൽ നിൽക്കുമ്പോഴെങ്കിലും നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിക്കാമായിരുന്നു എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളെ ആരെയും ഏതെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാനോ എന്താ ചോദിക്കാത്തതെന്ന് ചോദിക്കാനോ ആളല്ല. പക്ഷെ ഞാൻ പറയുകയാണ്, വളരെ സന്തോഷമുള്ളൊരു സമയമാണ്. കാരണം ഒരു എം എൽ എ എന്ന നിലയിൽ 1.5 വർഷക്കാലം, നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1.5 വർഷക്കാലം, 1.5 പൂർത്തീകരിച്ചിട്ടില്ല ഇതുവരെ. ആ 1.5 വർഷക്കാലം കൊണ്ട് നമ്മൾ 12 വീടുകളുടെ തറക്കല്ല് ഇട്ട് നമ്മൾ നിർമ്മാണം വളരെ വേഗത്തിൽ പൂർത്തീകരിച്ചു. ഇപ്പം 5 വീടുകളുടെ താക്കോൽ ദാനം ഈ ദിവസങ്ങളിൽ തന്നെ നമ്മൾ കൈമാറുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീടിന്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത്, ഞാനിവിടെ കണ്ണാടിയിൽ സ്കൂളിന്റെ ആനുവൽ ഡേക്ക് കടന്നു പോകുമ്പോഴാണ് ഒരു കുറിപ്പ് കിട്ടുന്നത്. ആ ഒരു കുറിപ്പ്, എനിക്ക് ഒരു വീട് വെച്ച് തരണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുറിപ്പും, സ്റ്റേജ് കയറിയപ്പോൾ അടുത്ത കുറിപ്പ് അവൾക്ക് വീട് വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞ അവളുടെ കൂട്ടുകാരൻ്റെ ഒരു കുറിപ്പും. ആ 2 കുറിപ്പും കണ്ടു കഴിഞ്ഞാൽ വളരെ സന്തോഷം തോന്നി, വളരെ അതേസമയം തന്നെ വിഷമവും തോന്നി. ആ സന്തോഷത്തിൽ നിന്നും വിഷമത്തിൽ നിന്നുമാണ് നമ്മൾ ഈ വീട് ചൂസ് ചെയ്യുന്നത്. ആ വീടിന്റെ നിർമ്മാണം വളരെ വേഗത്തിൽ, പ്രത്യേകിച്ച് ഇന്ത്യൻ മണിയോട് വലിയ സ്നേഹവും സന്തോഷവുമാണുള്ളത്. അപ്പോൾ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു വളരെ വേഗത്തിൽ. നിങ്ങൾക്ക് തന്നെ അറിയാം, തറക്കല്ലിട്ട ദിവസം നിങ്ങൾ ഉണ്ടായിരുന്നു. വളരെ വേഗത്തിൽ തന്നെ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിനകത്ത് വലിയ സന്തോഷമുണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ഇപ്പോൾ എല്ലാ പഞ്ചായത്തിലും ഓഡിറ്റോറിയം എന്ന് പറയുന്ന പദ്ധതി നമ്മൾ നടപ്പിലാക്കി. അത് വളരെ വേഗത്തിൽ അത് മുന്നോട്ട് പോകുന്നു. നമ്മൾ മുടങ്ങിക്കിടന്നിരുന്ന എല്ലാ സർക്കാർ പല രീതിയിൽ നമ്മളെ മുടക്കാൻ ശ്രമിച്ച എല്ലാ പദ്ധതികളും നമുക്ക് വളരെ വേഗത്തിൽ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ പിന്നെ ഭരണപരമായ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു വീഴ്ച വന്നു എന്നുള്ളൊരു ഒരാൾക്കും, എന്നെ ഏറ്റവും ശക്തമായി വിമർശിക്കുന്ന ഒരു എതിരാളിക്ക് പോലും ചൂണ്ടിക്കാണിക്കാത്ത രീതിയിലുള്ള പ്രവർത്തനം നമുക്ക് ഒരുമിച്ച് അതിനകത്ത് മാധ്യമപ്രവർത്തകരിൽ നിങ്ങളുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മാത്തൂര് ഒരു സ്കൂള് അത് തകർച്ചയെ നേരിട്ടപ്പോൾ നിങ്ങളാണ് അതിൽ ശ്രദ്ധയിൽപ്പെടുത്തിയത്. നമ്മൾ ആ സ്കൂളിന് 1 കോടി രൂപയാണ് നമ്മൾ അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം നമ്മൾ കൂട്ടായിട്ട് പാലക്കാട് ഒന്നിച്ച്, അതിൽ മാധ്യമപ്രവർത്തകർ, എന്നെ വിമർശിക്കുന്നവരുണ്ട്, എന്നെ എതിർക്കുന്നവരുണ്ട്, എന്നെ ശത്രുപക്ഷത്ത് നിർത്തിയേക്കുന്നവരുണ്ട്, എന്നെ ഒപ്പം ചേർത്ത് പിടിച്ചവരുണ്ട്, എന്നെ ചേർത്ത് സംരക്ഷിക്കുന്നവരുണ്ട്. അവരെല്ലാവരും കൂടെ, നമ്മളെല്ലാവരും കൂടെ പാലക്കാടാണ് നമ്മൾ ആ വികസന പ്രവർത്തനങ്ങളെല്ലാം നടത്തിയത്. അതിന്റെ തുടർച്ച തീർച്ചയായിട്ടും ഉണ്ടാകും. പാലക്കാട് തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ ആ സമയത്ത് താങ്കൾ ഇപ്പോൾ പാർട്ടിക്ക് പുറത്താണ്, ഇപ്പോൾ നിലവിലെ എം എൽ എ ആണ്. ഇപ്പോൾ വികസന നേട്ടങ്ങളെ പറ്റി വിശദീകരിക്കാനോ ഒക്കെ ഈ ക്യാമ്പയിൻ സമയത്ത് താങ്കൾ പാലക്കാട് ഉണ്ടാകുമോ? വരും ദിവസങ്ങളിലൊക്കെ ക്യാമ്പയിൻ തുടങ്ങും. അല്ല, അത് പാർട്ടിക്ക് വേണ്ടിയിട്ട് ക്യാമ്പയിൻ ചെയ്യാൻ കഴിയില്ലല്ലോ. സ്വാഭാവികമായിട്ട് പാർട്ടി നടപടി എടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പം ഞാൻ പാർട്ടിക്ക് അകത്തുള്ളപ്പോഴും പുറത്തുള്ളപ്പോഴും പാർട്ടിയുടെ എല്ലാ അച്ചടക്കത്തെ പാലിക്കുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത്തരത്തിലുണ്ടാകില്ല. പക്ഷേ ഒരു എം എൽ എ എന്ന നിലയിൽ ഈ നാടൊരവസരം തന്നപ്പോൾ, എൻ്റെ പ്രസ്ഥാനം ഒരവസരം തന്നപ്പോൾ 1.5 വർഷക്കാലം കൊണ്ട് എന്തെല്ലാം ഭരണപരമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു അത് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത്. ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അത് പിന്നെ പുതിയ റോഡുകളുടെ രൂപത്തിലും ആശുപത്രി ബ്ലോക്കിന്റെ രൂപത്തിലും പുതിയ സ്കൂളുകളുടെ രൂപത്തിലും എല്ലാം ജനങ്ങൾക്ക് നല്ല ബോധ്യമുള്ള ഓഡിറ്റോറിയം നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നു. അതിനകത്തൊന്നും നമ്മൾ രാഷ്ട്രീയം പോലും നോക്കിയിട്ടില്ല. ഇപ്പോൾ കണ്ണാടി ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അന്നും ഭരിച്ചത്, ഇപ്പോഴും ഭരിച്ചത്.
പക്ഷേ നമ്മൾ ഓഡിറ്റോറിയം നിർമ്മിക്കാനായിട്ട് കണ്ണാടിയിൽ ഓഡിറ്റോറിയം ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ കണ്ണാടിയിൽ ഓഡിറ്റോറിയം നിർമ്മാണമായിട്ട് പോവുകയാണ്. പഞ്ചായത്ത് ഭരണസമിതി അതിനോട് പോസിറ്റീവായിട്ടാണ് റെസ്പോണ്ട് ചെയ്തത്. അപ്പോൾ അതിനകത്ത് വികസന കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയം നമ്മൾ നോക്കിയിട്ടില്ല. ടൗൺ ഹാളിന്റെ പ്രവർത്തനം നിങ്ങൾ കാണുന്നതാണ്. ടൗൺ ഹാളിന്റെ നിർമ്മാണ പ്രവർത്തനം വളരെ ദ്രുതഗതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇടയ്ക്ക് നമ്മൾ അനുവദിച്ചൊരു ഫണ്ട് അംഗീകരിക്കാത്തതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായതാണ്. അല്ലെങ്കിൽ നമുക്ക് ജനുവരിയോടുകൂടി തന്നെ നമുക്ക് ടൗൺ ഹാളിന്റെ ഉദ്ഘാടനത്തിലേക്ക് നമുക്ക് കടക്കുവാൻ കഴിയുമായിരുന്നു. ഒരു ഫണ്ട് നമുക്ക് അനുവാദം കിട്ടാത്തതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന തടസ്സം മാത്രമാണ്. പക്ഷേ അതിനെ നമ്മൾ അതിജീവിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും 1.5 വർഷക്കാലം എന്തെല്ലാം ഇവിടെ ചെയ്തു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനുള്ള എല്ലാ ശ്രമങ്ങളിലും ഞാൻ ഉണ്ടാകും. ഈ കോൺഗ്രസ് വീണ്ടും മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുന്നതായി കാണുന്നുണ്ട്. അപ്പോൾ അവരോട് എന്താ പറയുന്നത്? അതൊക്കെ കോൺഗ്രസ് പാർട്ടി നേതൃത്വത്തോട് ചോദിക്കേണ്ടതാണ്. കാരണം ഞാൻ സ്വതന്ത്രനായിട്ടെങ്കിലും മത്സരിക്കണം എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ കാണുന്നുണ്ട്. അവർക്ക് മത്സരിക്കണം എന്നാണ്. രാഹുൽ വീണ്ടും സ്വതന്ത്രനായിട്ടെങ്കിലും മത്സരിക്കണം എന്ന് ഒരുപാട് കോൺഗ്രസ് സോഷ്യൽ മീഡിയയിലൊക്കെ പറയാനായിട്ട് കാണുന്നുണ്ട്. അവരോട് എന്താണ് പറയുന്നത്? അല്ലത് സന്തോഷവും സ്നേഹമുള്ളൊരു കാര്യമാണല്ലോ. നമ്മൾ ഉണ്ടാകണം എന്ന് ഒരാൾ പറയുന്നത് നമുക്ക് സന്തോഷവും സ്നേഹമുള്ളൊരു കാര്യമാണ്. അതിപ്പം നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് സന്തോഷമാണ്, മറ്റൊരാൾ പറഞ്ഞാൽ സന്തോഷവും സ്നേഹമുള്ള. കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് താങ്ക് യു.